ഹേ ഓൾ വെൽക്കം ബാക്ക് ടു സുബ വ്ളോഗ്സ്. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആലപ്പുഴ ചെറുപ്പിന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം കൂടി ചേർത്തിട്ടൊരു കുട്ടി വീഡിയോ ആണ്. വസുവും വല്യമ്മയും കൂടെ കവലിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ വഴിയിൽ നിന്നാണ് കളക്ട് ചെയ്തത്. നല്ല അനുസരണയുള്ള നല്ല മിടുക്കം കുട്ടിയായിട്ട് റോഡിൽ നിൽപ്പുണ്ടായിരുന്നു എൻ്റെ മകൻ. അങ്ങനെ നമ്മൾ ചെറുപ്പ് നടക്കുന്ന സ്ഥലത്തെത്തി. പിന്നെ കുറേ കരിമ്പ്, അതാണ് ഫസ്റ്റ് കണ്ടത്. പിന്നെ ഒരുപാട് കടകളാണല്ലോ മെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അച്ഛനെ കാൽ വയ്യാത്തതിനെ കൊണ്ട് നമ്മുടെ അടുത്തൊരു കടയുണ്ട്, അവിടെ അച്ഛൻ ഇരുന്നു. അപ്പം ഞാൻ വിളിച്ചതിൻ്റെ ഇതിലാണ് അച്ഛൻ വന്നത്, അല്ല അച്ഛൻ വരില്ലായിരുന്നു കാല വയ്യാത്തിരിക്കുന്നതിനെ കൊണ്ട്. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛൻ അവിടെ ഇരുന്നു, നമ്മൾ തിരിച്ചു വരുമ്പം കൊണ്ടുപോകാമെന്ന്. കാരണം അല്ലെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് അച്ഛനെയും കൊണ്ടുപോക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആരെങ്കിലും ചവിട്ട പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മളെ കയറുന്നതിൻ്റെ ആ വഴിക്ക് തന്നെയുള്ള ഒരു കടയിൽ അച്ഛൻ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നു. നമ്മളെല്ലാം പോയതിന് ശേഷം വന്നിട്ടാണ് അച്ഛനെ വിളിച്ചിട്ട് നമ്മൾ തിരിച്ചു പോയത്. കയറുമ്പോഴേ തന്നെ എനിക്ക് ഭയങ്കരമായ ഒരു ടാസ്ക് ആയിരുന്നു വസുവിനെ അങ്ങോട്ട് നടത്തിക്കുക എന്നുള്ളത്. കാരണം ഇതുപോലുള്ള ഓരോരോ ഐറ്റംസിനും വസു അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമായിരുന്നു. എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരുവിധം ഉന്തിത്തള്ളിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഉള്ളത് ഇതുപോലെ കുറെ കുലുക്കി കടകളുണ്ട് കേട്ടോ. പല കുറച്ച് പിള്ളേർ നിന്നിട്ട് ഇതുപോലെ കുലുക്കി അടിക്കണു. അവര് ഭയങ്കര എൻജോയ് ചെയ്താണ് കേട്ടോ അവർ ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നുന്ന പോലെ ഒരു. പിന്നെ കുറേ പലഹാരങ്ങള്. പണ്ട് ഈ പലഹാരം വാങ്ങലൊരു മെയിനായിരുന്നു. ഇപ്പൊ അങ്ങനെ പലഹാരത്തിനോട് താല്പര്യമില്ല, ഒരു സാധനം വാങ്ങില്ല. അമ്മ വന്നപ്പോഴും 1-2 ഐറ്റംസ് അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നതല്ലാണ്ട് നമ്മളായിട്ടൊന്നും മേടിച്ചൊന്നുമില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് വസു വാങ്ങാൻ തുടങ്ങിയത് ഈ ഒരു ക്രിസ്മസ് പപ്പയുടെ ഒരു മാസ്കിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 10 രൂപ, എന്താണ് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, പിന്നെ 10 രൂപയ്ക്ക് നമ്മളത് എക്സ്പെക്ട് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ അത് മേടിച്ചു. അത് മേടിച്ചിട്ട് മുഖത്ത് വെക്കൂല, ജസ്റ്റ് കയ്യിൽ വെക്കുക, അതായിരുന്നു അവൻ്റെ ഇഷ്ടം. അപ്പൊ അയാൾ അത് പൊട്ടിച്ചെടുത്ത വഴി അതിൻ്റെ ബാക്കിലെ ചരട് പൊട്ടിപ്പോയി. പിന്നെ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. കാരണം ആ കടയിൽ ആകെപ്പാടി ഇതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എവൻ്റെ അടുത്ത് പറഞ്ഞിടാ ഞാൻ വേറെ മേടിക്കാന്ന്. സമ്മതിക്കില്ല, അവൻ അവിടെ നിന്ന് തന്നെ മേടിക്കണം. പിന്നെ മുഖത്തൊന്നും വെച്ചൊന്നുമില്ല. അപ്പോഴാണ് അടുത്ത സാധനം കണ്ടത്, ഡ്രസ്സ്. പിന്നെ ഡ്രസ്സിനായിരുന്നു, മുഖത്ത് വെക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞുള്ള ബഹളമായിരുന്നു. പിന്നെ ഈ കാർണിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ അങ്ങോട്ട് കയറിയതേ ഇല്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ പിറ്റേ ദിവസം വന്നിട്ടാണ് നമ്മൾ കാർണിവൽ നടക്കുന്നിടത്ത് കയറിയത്. കാരണം വസ്തുവിനെ വെച്ചിട്ട് അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇതുപോലെ വഴിനീളം ഇങ്ങനെ പൊരിയൊക്കെ വെച്ച് വയ്ക്കുന്നു, പൊരിയല്ലല്ലോ പോപ്കോൺ വെച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സാധനങ്ങൾ നടുക്കായിട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതിലെല്ലാം വസു കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും മേടിച്ചില്ല. പിന്നെ കമ്മലുകൾ, ഞാൻ എല്ലാ കമ്മൽ കടയിലും ചെന്ന് ഞാൻ നോക്കി, പക്ഷെ ഒരെണ്ണം പോലും മേടിച്ചില്ല. കാരണം ഇതൊക്കെ കാണുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇപ്രാവശ്യം വലിയ ഗോപുരമൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്രയും തന്നെ ഇതുപോലെ ഇങ്ങനെ തോരണം മാതിരിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ കുറേ ലൈറ്റ്സ് ഒക്കെ. അങ്ങനെ ഇതൊക്കെ കണ്ടാണ് നമ്മൾ നടക്കുന്നത്. എല്ലാ കടയിലും ചെറിയ വില ചോദിക്കുന്നതിന് കുറവൊന്നുമില്ല. പിന്നെ നമ്മൾ ഒന്നും വാങ്ങാറില്ലെങ്കിലും വിലയൊക്കെ നമ്മൾ ചോദിച്ചും അറിഞ്ഞൊക്കെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞത് ഈ സംഗതികൾ കണ്ടപ്പോൾ വസുവിന് ഓരോന്നേറ്റ് വേണം.
അവന് വേണ്ടത് പാമ്പാണ് അത്ര. ഞാൻ പറഞ്ഞു പാമ്പ് പറ്റില്ല, കാരണം എനിക്ക് പറ്റില്ല അത് വീട്ടിൽ കിടക്കുന്നത് കണ്ട് എനിക്കെന്തോ ഒരു വല്ലായ്മയാണ്. ഞാൻ പറഞ്ഞു പാമ്പ് പറ്റൂല, വേറെ എന്തെങ്കിലും വേണേ മേടിച്ചോളാൻ പറഞ്ഞു. അവന് വേറെ ഒന്നും വേണ്ട. പിന്നെ അവിടെ കിടന്ന് കുറച്ച് നേരം കരഞ്ഞു. പിന്നെ ഓരോ കടയിൽ കയറി എടുത്തിട്ട് വാ പോവാന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ നിന്നും കുറച്ച് എന്തൊക്കെയാ കാറാ ബൈക്കാ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഈ ബലൂൺ ആശാന് കുറച്ച് നോട്ടം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ചു കൊടുത്തില്ല, അതൊരു വെറുത്തായിട്ടുള്ള ഒരു സാധനമല്ല. കുറെ കഴിയുമ്പോഴേക്കും അത് പോകും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് ഇവിടെ നിൽക്കാണ്, അവൻ എന്തോ കണ്ട്. അങ്ങനെ അവന്റെ ഇഷ്ടത്തിനാണ് പെറുക്കി എടുത്തിട്ട് പോകാന്ന് പറഞ്ഞിട്ടാണ് അവൻ നിൽക്കുന്നത്. ഇതുപോലെ എന്തോ നമ്മൾ എടുത്തതാണെങ്കിൽ തന്നെ അവൻ കരഞ്ഞതിന്റെ പുറത്ത് ഞാൻ അവിടെ നിന്ന് എടുത്തു കൊടുത്തു. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് കാണുന്നത് അത് ഓടൂല, അത് പൊട്ടിയിരിക്കുന്നിട്ട്. പിന്നെ ഈ പ്രാവശ്യത്തെ ചെറുപ്പിന്റെ ഹൈലൈറ്റ് ആയിരുന്നു ഈ കണ്ണാടി. അവന്റെ അടുത്ത് പറഞ്ഞത് മേടിക്കാൻ പറഞ്ഞു, അവന് വേണ്ട. അപ്പൊ ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, ഏട്ടൻ വെച്ചൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കണ്ടതാണ് ഇതുപോലെ ഈ മലബാർ മേള എന്ന് പറഞ്ഞിട്ട് എക്സ്പോ എന്തോ കുറെ ഐറ്റംസ്, ഈ പുറത്തുള്ള ഐറ്റംസ് പോലെ തന്നെ അകത്തും സ്റ്റാള് കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെടിച്ചട്ടികൾ. എനിക്ക് എന്തോ ഒരു കൊതി തോന്നി. 5 ചെടിച്ചട്ടി 100 രൂപയ്ക്ക് ഉണ്ട്. അപ്പം എന്നാ മേടിക്കാം, എന്തെങ്കിലും തുളസിയോ പനിക്കൂർക്കയോ എന്തെങ്കിലുമൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഞാൻ ചട്ടി മേടിച്ചു. പിന്നെ പഴയ കാല മുട്ടായികൾ ഉണ്ടായിരുന്നു, അതിനകത്തുനിന്ന് ഒരു 5-6 കൂട്ടം മുട്ടായികളൊക്കെ മേടിച്ചു. മുട്ടായി മാത്രമല്ല സ്പൈസസ് ഉണ്ടായിരുന്നു, അതൊന്നും മേടിച്ചില്ല. പുളി മുട്ടായി ആയിട്ട് എൻ്റെ ഭയങ്കരമായ ഫേവറേറ്റ്. അപ്പം ഞാൻ മേടിച്ചത് ആകെ ഇതാണ്, ഈ മുട്ടായി. പിന്നെ വസുനായിരുന്നു ചെറുപ്പ്, കുറെ കളിപ്പാട്ടം മേടിക്കുക, ഇതെല്ലാം കൊണ്ട് തല്ലി പൊട്ടിക്കുക. ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ചെറുപ്പിന്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ അത്രയും ഇനിയും ഉണ്ട് ബാക്കി നടക്കാനായിട്ട്. ഇത്രയും നടന്നപ്പോൾ മതിയേ എല്ലാവർക്കും, കാരണം അച്ഛവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരം നിർത്തണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോകുന്ന ബസ് വാങ്ങിച്ചാണ് ഈ ബബിൾസ്. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമുള്ള പ്രകടനമായിരുന്നു ഇത്. നമ്മൾ പിറ്റേ ദിവസം ഞാൻ ഏട്ടന് മാത്രമായിട്ട് പോയതാണ് കേട്ടോ. നമ്മൾ കാർണിവൽ കാണാനായിട്ട് കാർണിവൽ കയറി. അവിടെ എന്തോ ഒരു സാധനം, എൻ്റെ പേര് എനിക്കറിയില്ല. അവിടെ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ പൊന്നെ തലകറക്കം. എന്നെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ഇതുപോലുള്ള ഐറ്റംസിൽ കയറുക. പിന്നെ ഞാൻ കുറേ നേരം കിടന്ന് കാറി വിളിച്ചു അതിനകത്ത്. ചെറിയ പിള്ളേക്ക് നോക്കണേ, ചെറിയ പിള്ളേർ. അയ്യേ കഷ്ടം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, അതിന് ക്ഷീണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. എപ്പോഴാണ് അവിടെ ഈ പൊട്ടറ്റോ സ്പ്രിങ് റോള് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ തോന്നുന്നു അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പം അതും വാങ്ങിച്ചു കഴിച്ചു. ഇങ്ങനെയാണ് കേട്ടോ ഒരു ഫ്രൈ ചെയ്യുന്നത്. ഹൈജീനിക് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ക്രേവിങ്സ് തീർക്കാം. അങ്ങനെ പിന്നെ അന്നും വന്ന് കമ്മലുകളൊക്കെ നോക്കി, ഒന്നും മേടിച്ചില്ല, ചുമ്മാ നോക്കൽ മാത്രം. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ നടന്നു. അപ്പോൾ ഇത്രയുള്ള ചെറുപ്പൻ്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് സുബാബ വ്ലോഗ്സ്.